മിഖായിലേക്കാ എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ! അയ്യോ, എന്റെ കർത്താവേ! എന്റെ ദൈവമേ, എന്റെ കർത്താവേ! പ്രിൻസിപ്പളെ കൊന്നു. ആരെ? ഇപ്പൊ എന്റെ ചേട്ടൻ മിഖാലേനെയും കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിലാരോ തീയും വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാനോ? ഞാനെന്തിനാണ് മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടല്ലേടാ പോകുന്നത്. എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ, അതൊക്കെ കോടതിയിലെ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരെ കുഞ്ഞച്ചാ, കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന കേൾക്ക് പ്രിൻസിപ്പലെ. എവിടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറ മോനെ. എവിടാവൻ? ഇങ്ങോട്ട് വന്നാൽ അരിഞ്ഞ എല്ലാത്തിനെയും കൊന്നുകളയും. ഈ ലോകത്തെവിടെ നിയമമുള്ളതാ. വഴി നടക്കാൻ ഇടം കൊടുത്തോളം. ഇതുവഴി ഞങ്ങൾ വഴി നടക്കും, ഞങ്ങളുടെ വണ്ടി ഓടിക്കും. തടയാൻ വന്നാ ഉണ്ടല്ലോ, നിന്റെ മറ്റവൻ അയച്ചിടത്തേക്ക് നിന്നെ അയക്കും. എല്ലാത്തിനെയും കെട്ടിക്കാറായ പെമ്പിള്ളേരെ വെച്ച് ചട്ടമ്പി കളിക്കുന്നോടി. കഴിവാണോ മോളെ?
കാണുന്നില്ലല്ലോ. ഈ ചെറുക്കനിത് എവിടെ പോയി എന്റെ ദൈവമേ? നീ എന്ത് വിചാരിച്ചേ ഈ കോട്ടയം കുഞ്ഞത്തിനെ പറ്റി? കവലയിലും പള്ളിയങ്കണത്തിലും ഒക്കെ നിന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്നവന്മാരെ കൊടുത്തിപ്പെട്ടവനാണ് ഞാനെന്ന് വിചാരിച്ചോ? ഒരു തൊഴിൽ തണ്ടിയാണ് ഞാനിവിടെ വന്നത്. നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആശ തോന്നി. മര്യാദ ചോദിച്ചില്ലേ ഉള്ളൂ. ഇല്ലാത്ത ആശ തോന്നി നീ എന്നെ കുരങ്ങളിപ്പിക്കാൻ നോക്കി അല്ലടി. ചെയ്യാത്ത തെറ്റിന് കുഞ്ഞച്ചൻ ഇന്ന് വരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. എന്നോ നാളെ ഞാൻ പോലീസിന്റെ വലയപ്പെടും. അപ്പം ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ 10-12 കൊല്ലം ജയിലിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ തൂക്കുമരത്തിലേക്ക് പോകുമ്പോ എനിക്ക് പറ്റാത്തവൻ തോന്നാൻ പാടില്ല. എന്നെ അങ്ങനെ കഴുമരത്തിലേക്ക് വിട്ടിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾക്ക് ആരുമില്ല, ചോദിക്കാനും ആരും വരില്ല. കുഞ്ഞച്ചൻ ചേട്ടനോട് ഞാൻ ചെയ്ത തെറ്റാണ്. ആ തെറ്റ് ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ മനഃപൂർവ്വമല്ല. ആ ജോയിക്കുട്ടിയെ എനിക്കിഷ്ടമായിരുന്നു. അപ്പം മരിച്ചു, ആരും ഇല്ലാതായി. ഒന്നിവിടം വരെ വരാനുള്ള മനസ്ഥിതി അയാൾക്ക് തോന്നിയില്ല. ചേട്ടൻ എന്ത് വേണമെങ്കിലും ആവാം. നിനക്ക് നന്നാവണമെന്നും ഗുണം പിടിക്കണമെന്നും ശരിക്കുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി സംസാരിക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. വിശ്വസിക്കണമെന്നില്ല. നിങ്ങളുടെ അപ്പച്ചനെ അമ്മാച്ചനെയും കൊന്നത് ഞാനല്ല. എനിക്കതറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചനെ കൊല്ലാൻ മാത്രം അത് കുഞ്ഞച്ചൻ ചേട്ടൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. അമ്മച്ചി എവിടെ? ഉപ്പുകണ്ടത്തിന് പോയതാ. ഓ, ഒളിവിലാണെങ്കിലും കുഞ്ഞച്ചൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. കൊന്നുകളയാൻ ആളെ തേടി പോയതായിരിക്കും. ചേട്ടൻ കണ്ടല്ലോ ആ വേലയൊക്കെ പൊളിച്ച് കത്തിച്ചിട്ടിരിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കോഞ്ഞിരപ്പള്ളി പാപ്പൻ അവനാണ് എല്ലാത്തിന്റെയും പിന്നിൽ. അമ്മച്ചി വരാൻ സമയം കഴിഞ്ഞു, ഇനിയും കാണുന്നില്ലല്ലോ. ആങ്ങളമാരുടെ അടുത്തോട്ടല്ലേ പോയത്? എത്ര രാത്രിയായാലും വരും. ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളെന്ന് അമ്മച്ചിക്കോ അമ്മാച്ചന്മാർക്കും അറിയാമല്ലോ. ഇത്രയും വൈകേണ്ട കാര്യമില്ല. കുട്ടപ്പൻ അന്വേഷിച്ചു പോയിരിക്കുക. കുട്ടപ്പൻ പോയിട്ട് എത്ര നേരമായി? 1 മണിക്കൂറോളായി. ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നു ചേട്ടാ. മോളിക്കുട്ടി അങ്ങ് ക്ഷമിച്ചോളൂ. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്നടാ? കുഞ്ഞിരൻ ചേട്ടാ, അമ്മച്ചിയെ തല്ലി ബോധം കേട്ട് കിടക്കുക ആ പാടത്ത്. കേറ്. ചേച്ചി, 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 മോളി, ചേച്ചി, 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 സൂസി, സൂസി, മോളി, കുട്ടപ്പ. കൊല്ലും. വേണ്ട, വിട്, വിട്. അവനെ അടിക്കാതെ. അവനാ ഞങ്ങളെ രക്ഷിച്ചത്. മോളെ, എന്റെ പിള്ളേരെന്തേ? അവരെ കാണാനില്ല. അയ്യോ, എന്റെ കർത്താവേ. എവിടാ പാപ്പൻ? അറിയാൻ മേലെ. നീ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കും. കോന്നരപ്പള്ളി പാപ്പ. എവിടാ മോളിയും സൂസിയും? എവിടാ മോളിയും സൂസിയും? എന്റെ പൊന്നു കുഞ്ഞച്ച, ആ കുരുത്തക്കെട്ടവനടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ. ഏത് കുരുത്തം കെട്ടവൻ? എന്റെ പൊൻ ജിമ്മി, ജിമ്മി. അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. എന്നിട്ടിപ്പോ അവൻ എവിടെ? തോട്ടത്തിൽ. ഏത് തോട്ടത്തിൽ? അക്കരെ. ഓടാം. നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ചോ? എന്റെ അമ്മോ, കുരുത്തക്കെട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് താന്തമാർക്കിയത് തന്നെ പ്രയോജനം.